ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വയനാട് ഒരു കല്യാണം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടം തൊട്ട് അവിടം വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 9 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മേലാറ്റൂർ ടൗണിൽ എത്തിയിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് പോലെ. അപ്പോൾ ഞാൻ എന്താണെന്ന് മുൻപോട്ട് നോക്കിയപ്പോഴാണ് റെയിൽവേ ഗേറ്റ് അടച്ചത് കണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല, എനിക്ക് ചെറുപ്പം തൊട്ടേ ട്രെയിൻ കാണാനും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര കണ്ടാലും ആ ഒരു എപ്പോഴും ട്രെയിൻ കാണാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാവലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ നോക്കിയിരുന്നപ്പോൾ ട്രെയിൻ പോകണം കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു കുറച്ചുകൂടി ഫ്രണ്ടിലാണെങ്കിൽ നന്നായിട്ട് കാണാമായിരുന്നു എന്ന്. ഞങ്ങൾ കുറച്ച് ബാക്കിലായിപ്പോയി. ഞങ്ങളപ്പോൾ വയനാടിന് താമരശ്ശേരി റൂട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ബോർഡിൽ ഇനി 15 കിലോമീറ്ററും കൂടി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ടൈം 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പിട്ടോ. അപ്പോൾ ഞാൻ ബാഗിൽ നിന്ന് ഒരു പഴമൊക്കെ എടുത്ത് കഴിച്ച് തൽക്കാലം വിശപ്പൊക്കെ സഹിച്ച് അവിടെ ഇരുന്ന് അങ്ങനെ ഇതേ താമരശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ. താമരശ്ശേരി എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ നാടൻ ഒരു ഭക്ഷണത്തിൻ്റെ ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. എനിക്ക് കൂടുതലും ഊണ് കഴിക്കാനാണ് ഇഷ്ടം, ഉച്ച ടൈമിലൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെ ഞങ്ങൾ നല്ല ഒരു അടിപൊളി സദ്യയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. വെറും 70 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ടോയ് ജോയ് എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിയിട്ടോ. സത്യം പറഞ്ഞാൽ മെൽറ്റായിട്ട് ഒന്നിനും കൊള്ളില്ലായിരുന്നേ, കഴിക്കാൻ തന്നെ തോന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ചെറുപ്പത്തിൽ വന്നതാണ് കേട്ടോ വയനാട്. അപ്പോൾ എനിക്ക് ചുരം കാണാനായിട്ട് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അന്ന് വന്നപ്പോൾ എന്തൊക്കെ കണ്ടു എന്നുള്ളതൊന്നും നമുക്ക് വലിയ ഓർമ്മ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അവിടം വരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് യാത്ര പോയിട്ട് ഉറങ്ങാണ്ടിരിക്കുന്നത് കേട്ടോ. ഫുള്ള് കണ്ടു ഇവിടുന്ന് അവിടം വരെ. അങ്ങനെ ഞങ്ങളതേ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, ഇവിടുത്തെ ഒരു വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ പോലീസ് കൺട്രോൾ ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് വേഗം തന്നെ കാറിൽ കയറേണ്ടി വന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സംഭവം അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. താഴത്തേക്ക് നോക്കുമ്പോൾ മോസ്കും ഫ്ലാറ്റും ഫുള്ള് ബിൽഡിംഗ് ആണ്. അതുപോലെ തന്നെ ആ റോഡൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വയനാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാച്യു ഫേമസ് ആണ്, കരിന്തണ്ടൻ മൂപ്പൻ എന്ന് പറയും. അപ്പോൾ താമരശ്ശേരി ചുരം കണ്ടുപിടിച്ച ഒരാളാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു സ്റ്റാച്യുവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ കാണുന്നത് ബാണാസുര ഡാമാണ് കേട്ടോ. അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പം ഈ ഒരു വ്യൂ മറ്റൊരു അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ടീ പ്ലാന്റേഷൻസിൻ്റെ ആണ്. അങ്ങനെ ഞാൻ കാഴ്ച കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇതേ മേളിലൊരു സംഭവം. എന്താ നോക്കിയപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ വൈത്തിരി പാർക്കാണ് അതെ. അപ്പോൾ സംഭവം കിഡ് ആയിട്ടുണ്ട്.
ഈ കാണുന്നത് ബാണാസുര ഡാമിൻ്റെ എൻട്രി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നട്ടുച്ചയായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി ഞങ്ങൾ കയറാനായിട്ട് നിന്നില്ല. ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ കയറാനായിട്ട് നിന്നില്ല, അങ്ങ് പോന്നു. അങ്ങനെ നമ്മളിതേ മേമയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തി കിട്ടിയപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം. കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരെയും കാണുന്നത്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ മാമന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്ന ശേഷം ദേ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പം ഈ ഒരു തൊടി കൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോണത്. അങ്ങനെ കല്യാണ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഹൽദിക്കുള്ള പൂ കോർത്തു. ഞങ്ങൾ കുറച്ച് നേരം സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. പിന്നെ ചായ തന്നു കേട്ടോ. ചായക്ക് വൈകുന്നേരം അവിടുത്തെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ പലഹാരങ്ങൾ തരിക എന്നുള്ളത്. ഉണ്ണിയപ്പവും അച്ചപ്പവും അതുപോലെ തന്നെ കൊള്ളപ്പമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വയനാട് എത്തിയതേ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള വിശേഷമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഹൽദിയുടെയും കല്യാണത്തിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.